കേണൽ മോഹനപിള്ള കൂടി ചെയ്യുന്നു. ശ്രീ മോഹനപിള്ള, ബ്രിഗേഡിയർ മോഹനപിള്ള, ശ്രീ മോഹനപിള്ള, നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു ഈ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ സേന പ്രിഫർ ചെയ്യുക ഇത്തരത്തിലുള്ള പ്രിസിഷൻ അറ്റാക്കിൽ തന്നെയാണ് അത് സംഭവിക്കുന്നു. എന്തായാലും അല്പസമയം പാക് മിലിറ്ററിയുടെ നാരായി ഹൈദരി എന്ന് പറയുന്ന ഒരു പോസ്റ്റൊക്കെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അറിയില്ല. എന്തായാലും പാകിസ്ഥാന് അവർ ഉണർന്നിരിക്കുന്നു, ഉറങ്ങൂ രാജ്യമേ, PAF ഉണർന്നിരിക്കുന്നു എന്നൊക്കെ ട്വീറ്റിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടായ കനത്ത തിരിച്ചടിയിൽ അത് കൃത്യമായി എന്തുകൊണ്ട് ഈ 9 കേന്ദ്രങ്ങൾ എണ്ണിപ്പറയാൻ കഴിയുന്ന രീതിയിലുള്ള 9 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധം അമ്പേ പരാജയമാണ് തെളിയിക്കുന്നതല്ലേ? ആ ആകാശത്ത് ഇന്ത്യയുടെ ആധിപത്യം അത്രത്തോളം പ്രകടമാണ് എന്ന് തെളിയിക്കുന്നതല്ലേ ബ്രിഗേഡിയർ മോഹനപിള്ള? വളരെ വ്യക്തമല്ലേ ആഷിം? ഇത് 24-ലൂടെയാണ് ഏറ്റവും ആദ്യം എല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇഫ് യു റിമെമ്പർ ഐ സെഡ് പേരവി, ഓർക്കുന്നുണ്ടോ? പേരവി 13 കഴിഞ്ഞു, 14ാമത്തെ ദിവസമാണ് അറ്റാക്ക്. അത് വളരെ കൃത്യമായിരുന്നു, ഇഫ് യു റിമെമ്പർ. അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ആപ്റ്റായിട്ടുള്ള പേരും കൊടുത്ത് വിധവകളുടെ സിന്ദൂരം മായ്ക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരും കൊടുത്തു. അങ്ങനെ അവരുടെ ആ ഒരു ഇതിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട്. കാര്യം സംയമനം പാലിച്ചു മാത്രം ഇന്ത്യ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് ലോകത്തിന് ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. ഞങ്ങള് ടെററിസ്ഥാന്റെ ആർമിയെയോ ടെററിസ്ഥാനിലുള്ള സിവിലിയൻസിനെയോ അല്ല ഒരു കാരണവശാലും എയിം ചെയ്യുന്നത്. ഞങ്ങള് എയിം ചെയ്യുന്നത് ടെററിസ്റ്റുകളെ മാത്രമാണ് എന്നൊരു സന്ദേശം. താങ്കൾ എപ്പോഴും ചർച്ചയിൽ പറയാറുണ്ട് നമുക്ക് ഒരു അപരിഷ്കൃത അറ്റാക്കിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. 100% ശരിയാണ്. ഇതെന്തൊരു ഫെയർ പ്ലേ ആണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ലക്ഷ്യം വെക്കുന്ന അവരുടെ 9 താങ്കൾ ഈ പറയുന്ന പോലെ ടെറർ കേന്ദ്രങ്ങളാണ്. നമ്മുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നമ്മൾ കാണിച്ച ഗണ്യമായ സംയമനത്തെക്കുറിച്ചാണ്. നമ്മൾ എടുത്തു പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ പാക് പട്ടാളത്തിന്റെ എന്തെങ്കിലും മേഖലകളിലേക്ക് വന്നിട്ടില്ല, ഞങ്ങൾ ഏതെങ്കിലും സിവിലിയൻ മേഖലയിലേക്ക് വന്നിട്ടില്ല, ഞങ്ങൾ വന്നത് നിങ്ങൾ തീവ്രവാദികളെ അടവച്ചുറക്കുന്ന മേഖലകളിലേക്ക് മാത്രമാണെന്ന് പറയുന്നത് എന്തൊരു ഫെയർ പ്ലേ ആണ് ശ്രീ മോഹനപിള്ള? എക്സാക്ട്ലി അതാണല്ലോ നമ്മൾ ഇപ്പോഴും പറയുന്നത്. നമ്മൾ ഇതുപോലെ ഒരു റോൾ മോഡൽ ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. ഒന്ന്. രണ്ടാമത് 2-3 കാര്യങ്ങളോടൊന്ന് പറയട്ടെ. നമ്മളിത് ട്രൈ സർവീസസിന്റെ അറ്റാക്ക് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം നമ്മൾ പറഞ്ഞു ലാഹോറിൽ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ മുറിക്കെ അവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രസ്യൂം ചെയ്യുന്ന മാക്സിമം കാഷ്വാലിറ്റിയും അവിടെയായിരിക്കും. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഡീപ്പ് ഇൻസൈഡിലുള്ള ടാർഗറ്റ് സെലക്ട് ചെയ്യുമെന്ന്. ഇതുവരെയും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള സ്ഥലങ്ങളാണ് കൂടുതലും നമ്മൾ എയിം ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും എയിം ചെയ്തു. പക്ഷേ ഈ മുറിക്കയിലും അതുപോലെ തന്നെ ജെയ്ഷി മുഹമ്മദിന്റെ ഭവാൽപൂരിലും ഉണ്ടായ സംഭവങ്ങൾ അവർക്ക് മുഖത്ത് അടിച്ച ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പ്രതികാര നടപടികൾ, പ്രകോപനപരമായിട്ടുള്ള പ്രതികാര നടപടികൾ അവരുടെ ഇടയിൽ നിന്നും ഉണ്ടാകും. ഇല്ല എങ്കിൽ അവിടുത്തെ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു പ്രതിരോധ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ അപ്പാരന്റ്ലി ഇന്ത്യൻ Rafales went inside Pakistan and had a good 40 minutes time എന്ന് പറയുന്നു. Meanwhile, they were busy tracking Indian Navy P-8I on flight radar എന്ന് പറയുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ്, ആധികാരികത എനിക്കറിയില്ല. ചില പ്രതിരോധ വിദഗ്ധരൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. താങ്കൾ അത് നമുക്ക് ഔദ്യോഗികമായി പറയേണ്ട കാര്യമാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതാണ് സംഭവിച്ചത്? വ്യക്തമായിട്ട്, അതായത് മീറ്റിംഗിൽ വരും, ബാറ്റിൽ ഡാമേജ് അസസ്മെന്റ് എന്നുള്ള മീറ്റിംഗ് അത് വ്യക്തമായിട്ട് വരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ സേനയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും ടെററിസ്ഥാന്റെ എയർ സ്പേസിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് ഡീപ്പ് ഇൻസൈഡിൽ റഫേൽ കയറി എന്ന് പറയാൻ ഒരിക്കലും നമ്മൾ ആളുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂസ് മിസൈൽസുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വാർലോഡ് എന്ന് പറയുന്നത് ബേസ് ലോഞ്ചിങ് പാഡ് റഫാൽ യൂസ് ചെയ്തു എന്നുള്ളതും വളരെ സ്പഷ്ടമാണ്. അപ്പൊ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒന്ന് നേവിയുടെ ബേസിൽ നിന്ന്, ഒന്ന് അറേബ്യൻ സീയുടെ സൈഡിൽ നിന്നാവാം, ഒന്ന് ലാഹോർ സൈഡിലേക്കും. അതുപോലെ തന്നെ ഒക്കുപ്പൈഡ് കാശ്മീരിൽ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ സൈഡിൽ നിന്നുള്ള അറ്റാക്കും അതുപോലെ എയർഫോഴ്സുമായിട്ട് ജോയിന്റുമായിട്ടുള്ള ഒരു അറ്റാക്കുമാണ് നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് ഈ സർപ്രൈസ്, എപ്പോഴും നമ്മൾ പറയാറുള്ള സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഈ സർപ്രൈസ് ആണ് ഏറ്റവും കാര്യം. ഇന്നാണ് റിഹേഴ്സൽ ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് റിഹേഴ്സൽ പ്ലാൻ ചെയ്തപ്പോൾ, മോക്ക് ഡ്രിൽ പ്ലാൻ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ ടെററിസ്ഥാൻ ആശ്വസിച്ചു. ഇന്നലെ ടെററിസ്ഥാൻ റെസ്റ്റ് ചെയ്തു. ഇന്നലെ ടെററിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല റിഹേഴ്സലിന് മുമ്പ് മെയിൻ ആക്ഷൻ ഉണ്ടാകുമെന്ന്.
അതാണ് സർപ്രൈസ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒന്ന്. അലസി മോഹൻപിള്ള എന്ന് പറയുമ്പോൾ പോലും അവർ ഈ പറയുന്ന അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ അത്താവുള്ള തരാറൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിലാപം കേട്ടതല്ലേ? 26 മണിക്കൂർ അടിക്കുന്നു, 36 മണിക്കൂർ അടിക്കുന്നു. ശ്രീ മോഹൻപിള്ള, നമ്മൾ ഈ നമ്മുടെ കരസേന ആക്രമണം നടത്തുന്നതിന്റെ ഏകദേശം 14 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ദൗത്യത്തിന് സജ്ജരാണ് എന്ന് ട്വീറ്റ് ഇട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഒളിച്ചിരുന്ന അടിയല്ല, ഞങ്ങൾ അടിക്കാൻ വരും, തടുക്കാമെങ്കിൽ തടുത്തോ എന്ന വെല്ലുവിളി. അത് അപ്പോൾ എത്രത്തോളം പരാജയപ്പെട്ടൊരു സംവിധാനമാണ് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ്, ശ്രീ മോഹൻപിള്ള? തീർച്ചയായിട്ടും അവരുടെ എയർ ഡിഫൻസ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ ഫസ്റ്റ് ഡേ മുതൽ പറയുന്നത്. ഇവർ പറയുന്ന ന്യൂക്ലിയർ വാർഹെഡ് ആണെങ്കിൽ പോലും ബാക്കിയുള്ളതും അതിന്റെ റിലയബിലിറ്റി ഒന്നും നമുക്കിപ്പോഴും ഒരു കാരണവശാലും നമ്മൾ അതിനെ കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും. പക്ഷെ അവരുടെ കയ്യിൽ പ്രഹരശേഷി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പ്രഹരശേഷി ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ, ഐ ഡോണ്ട് നോ, ഞാനത് ഇത് ചെയ്തത് ബോർഡർ ഷെല്ലിങ്ങിൽ 3 നമ്മുടെ സിവിലിയൻസ് മരിച്ചു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലോസ് കോമ്പാക്ട് ആക്ഷൻ ഇപ്പോൾ ഉണ്ടാവാം തീർച്ചയായിട്ടും. കാര്യം ഞാൻ വീണ്ടും പറയുന്നു, അവർ എയിം ചെയ്യുന്നത് ഹൈലി തിക്ലി പോപ്പുലേറ്റഡ് ഏരിയയിലോട്ട് തന്നെ അവർ എയിം ചെയ്ത് മാക്സിമം ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവാൻ നോക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ബോർഡറിലുള്ള കംപ്ലീറ്റ് എയർപോർട്ടും അടച്ച് ആ എയർപോർട്ടിന്റെ കൺട്രോളിൽ ഡിഫൻസ് ഫോഴ്സസ് ഏറ്റെടുത്ത് അവിടെ നിന്ന് ഡിഫൻസ് ഫോഴ്സസ് ഇത് നോർമൽ സിവിലിയൻ ട്രാൻസ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് ഡിഫൻസ് ഏറ്റെടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എയർഫോഴ്സിന്റെ എല്ലാവിധ ലോഞ്ചിങ് പാടും. അതുപോലെ തന്നെ സിവിലിയൻ എയർപോർട്ടിന്റെ റഡാർ സിസ്റ്റം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഡിസിഷനാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്. വി ആർ എക്സ്പെക്ടിങ് ആൻഡ് കൗണ്ടർ അറ്റാക്ക് ഫ്രം ദം അറ്റ് എനി ടൈം. അത് ഉണ്ടാവുകയും ചെയ്യും, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് ഔട്ട് ഓഫ് വെയിലാണ് പോകുന്നത്. വി ഹാവ് ഗിവൺ സ്റ്റിൽ വാർണിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന വേൾഡ് കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന നോട്ടിംഗ് അനുസരിച്ചിട്ട്, ഈവൻ യുഎസിനെ കൺവിൻസ് ചെയ്തതനുസരിച്ചിട്ട് നമ്മൾ വാറിലോട്ടല്ല. വി നെവർ അറ്റാക്ട് എനിബഡി. നോ പാകിസ്ഥാൻ ടെററിസ്റ്റ് ആൻഡ് മിലിറ്ററി. ശ്രീ മോഹൻപിള്ള, ഇവർ ഈ പറയുന്ന വ്യാജങ്ങൾക്ക്, കള്ളങ്ങൾക്ക് പ്രൊപ്പഗണ്ടാവാൻ ഒരു ശമനമില്ല. ഇത് അല്പസമയം മുൻപ് ഖ്വാജാസി പറയുകയാണ്, എന്താണ് നമ്മുടെ POW നമ്മുടെ സൈനികരെ കസ്റ്റഡിയെടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ അത് തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ തിരുത്തുകയാണ്. രാവിലെ ഇരുന്ന് അത്താവുള്ള തരാർ എന്ന് പറഞ്ഞ അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറയുകയാണ് നമ്മുടെ 2 റഫാൽ അടിച്ചിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ തെളിവ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇവിടെ കണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ ഈ വ്യാജ പ്രൊപ്പഗണ്ട കൊണ്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ശ്രീ മോഹൻപിള്ള? ഹാഷിം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും വലിയ വാർമോങ്കറിങ് നടത്തി ടെററിസ്റ്റുകൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. അതായത് മുറക്കെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഷ്കർ-എ തൗബയുടെ ഹെഡ്ക്വാർട്ടറും ISIയുടെ ഹെഡ്ക്വാർട്ടറും ടെററിസ്ഥാൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടറും അവരുടെ കോർഡിനേഷൻ മീറ്റിംഗ് നടക്കുന്ന ഹെവിലി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഏരിയയിൽ കയറി അറ്റാക്ക് ചെയ്ത് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് ക്രൂസ് മിസൈൽ വെച്ച് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS വെച്ച് ടാർഗറ്റ് എക്സാക്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടുത്തെ ജനവികാരം, ജനങ്ങളോട് എന്താണ് പറയുക, എന്ത് നിങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രൊപഗണ്ട വാർ അല്ലാതെ യാതൊരു ആക്ഷനും ഇല്ല. ഞാൻ ഇതിനെ 2 രീതിയിൽ മാത്രമാണ് കാണുന്നത്. ഒന്ന്, അവർക്ക് ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്യാം, അതായത് സിന്ദൂർ ഫേസ് 1 എന്നുള്ളത് ഫെയിലിയർ ആണെന്നും സിന്ദൂർ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ബോംബാർഡ്മെന്റ് ചെയ്തതെല്ലാം ബേരൻ പ്ലേസസ് ആണെന്നും അവിടെ യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് തടി ഊരാനുള്ള ഒരു അവസരമുണ്ട്. അതല്ല എങ്കിൽ ഞാൻ കാണുന്നത് അവര് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് സിവിലിയൻസിനെ ഡിഫൻസ് ഫോഴ്സസ് ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ ഇന്റർനാഷണലി പ്രൊജക്ട് ചെയ്തിട്ട് അവര് അറ്റാക്കിന് കുറഞ്ഞ സമയത്ത്. അല്ല ശ്രീ മോഹൻപിള്ള, അവർക്ക് ഈ പറയുന്ന 9 കേന്ദ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ സിവിലിയൻ മേഖലയാണെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ എവിഡന്റ് ആണ് ഈ പറഞ്ഞ മേഖല. നമുക്ക് തെളിവുണ്ട്. ശ്രീ മോഹൻപിള്ള, നമ്മൾ ഇനി അറിയേണ്ടത് ഫേസ് 1 ഡൺ, മോർ സ്ട്രൈക്സ് ടു കം എന്ന് കരുതണോ ശ്രീ മോഹൻപിള്ള? ഷുവർ, അബ്സല്യൂട്ട്ലി. ദിസ് ഈസ് സിന്ദൂർ ഫേസ് 1 ഓൺലി. അത് സിന്ദൂർ ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടിറ്റ് ഫോർ ടാറ്റ് ഒരു സാമ്പിൾ കൊടുത്തതാണ്. then it is better. We are not going to you be in your place, be safe, and let them let us be also safe. You have done something to us in Pahalgam, we repaid it. Now things are normal. If you are again coming, then wait and watch. This is what the clear-cut instructions the defense forces are given. See, one more thing, Hashim. അതായത് സർപ്രൈസിന്റെ എലമെന്റിലോട്ടാണ് വരുന്നത്. അതായത് ഇത് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യം തന്നെ ആഗ്ര ഹൈവേയിൽ, അതായത് ആ മെയിൻ റോഡിലാണ് നമ്മൾ പ്രാക്ടീസ് നടത്തിയത്. പ്രാക്ടീസ് നടത്തിയതിന് ശേഷം വീണ്ടും അത് ട്രയല് ബോർഡറിലോട്ടാക്കി. അതും നമ്മൾ പറയുന്ന അഭ്യാസം എന്നാണ്.
അങ്ങനെ അഭ്യാസം ബോർഡറിലോട്ടാക്കി അവരെ ശരിക്കും ഒരു സർപ്രൈസിലെടുത്ത ഒരു അഭ്യാസം നേരെ അപ്പുറത്തോട്ട് മാറ്റി. അതാണ് ശരിക്കും കൊടുത്തിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്കാ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇനി അവർ ആവർത്തിക്കാതിരിക്കുക എന്നാണ് അവരുടെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്. ആ രാജ്യം നിലനിൽക്കണമെന്ന് അവിടുത്തെ ഏതെങ്കിലും നേതൃത്വത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ചെയ്യാതിരിക്കുക. ഇനി ഇപ്പോൾ അതിർത്തിയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ നൃശംസമായ എന്താണ് ഈ പറയുന്ന പ്രകോപനമില്ലാത്ത സാധാരണക്കാർക്ക് നേരെ ഷെല്ല് ആർക്കും എവിടെ ഒന്ന് എറിയാം. അത് വലിയ വമ്പത്തരമൊന്നുമല്ല. അപ്പോൾ ആ ഷെല്ലിങ് നിർത്തിവെച്ച് മര്യാദയ്ക്ക് ഇരിക്കലാണ് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അവർക്ക് നല്ലത്.